ഇന്ന് മെഡിക്കൽ പ്രാക്ടീസ് കഴിഞ്ഞ തലമുറയേക്കാളൊക്കെ കൂടുതൽ അനായാസകരമായി തീർന്നുവെന്ന് പലരും കരുതുന്നുണ്ട്. കഴിഞ്ഞ തലമുറയിൽ ഡോക്ടർമാർക്ക് രോഗം നിശ്ചയിക്കാൻ കയ്യിലുണ്ടായിരുന്നത് ഒരു സ്റ്റെതസ്കോപ്പ്, ഒരു നീ ഹാമർ, അല്ലെങ്കിൽ ഒരു ഓട്ടോസ്കോപ്പ്, ഒഫ്താൽമോസ്കോപ്പ്, പരിമിതമായ ബ്ലഡ് ടെസ്റ്റും എക്സ്റേകളും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ആശുപത്രിയിൽ പലപ്പോഴും ഡോക്ടർ രോഗിയെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ എക്സ്റേയും EKGയും എക്കോകാർഡിയോഗ്രാമും MRIയും CT സ്കാനും ഒക്കെ പലപ്പോഴും എടുത്തുന്നിരിക്കും. ഈ അത്യാധുനിക ടെക്നോളജികൾ ഡയഗ്നോസിസ് പെട്ടെന്ന് ഡോക്ടർക്ക് പറഞ്ഞു തരും. ചികിത്സ നിശ്ചയിക്കുന്നതിനാണെങ്കിലും ഇക്കാലത്ത് വലിയ വിഷമങ്ങളൊന്നുമില്ല. ഡയഗ്നോസിസ് കിട്ടിക്കഴിഞ്ഞാൽ uptodate.com പോലെയുള്ള ഡോക്ടർമാരായി മാത്രമായിട്ടുള്ള ഇൻ്റർനെറ്റ് സൈറ്റുകളുണ്ട്. ഇവയിൽ ഏറ്റവും അപ്ടുഡേറ്റ് ആയിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള ചികിത്സകൾ നമുക്ക് നിർദ്ദേശിച്ചു തരും. ഒരു $400-500 പ്രതിവർഷം ഫീസ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് കുക്ക് ബുക്ക് മെഡിസിൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ കുക്ക് ബുക്ക് മെഡിസിൻ പ്രായോഗികമല്ലാത്ത ഒരു മേഖലയാണ് ജീറിയാട്രിക് മെഡിസിൻ, പ്രായമായവരുടെ ചികിത്സ. പ്രായമായവരെ ചികിത്സിക്കുന്ന മെഡിസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ജീറിയാട്രിക് മെഡിസിൻ. ജീറിയാട്രിക് മെഡിസിൻ ഒരു സ്പെഷ്യാലിറ്റിയായി മാറിയിട്ട് അമേരിക്കയിൽ പോലും അധിക നാളുകളായിട്ടില്ല. കുട്ടികൾക്ക് പീഡിയാട്രിക് മെഡിസിൻ എന്ന് പറയുന്നത് പോലെ പ്രായമായവർക്ക് ജീറിയാട്രിക് മെഡിസിൻ. എത്രാമത്തെ വയസ്സിലാണ് ഒരാൾ പ്രായമാകുന്നത് അല്ലെ ജീറിയാട്രിക് പേഷ്യൻ്റായി തീരുന്നത് എന്നതിന് നിശ്ചിതമായ വയസ്സുകളൊന്നുമില്ല. അമേരിക്കയിൽ സാധാരണ റിട്ടയർ ചെയ്ത് സോഷ്യൽ സെക്യൂരിറ്റി ചെക്ക് കിട്ടുവാൻ തുടങ്ങുന്നത് 65-ാം വയസ്സിലായതിനാൽ 65 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ളവരെയാണ് ഓൾഡ് പീപ്പിൾ അല്ലെ സീനിയർ സിറ്റിസണായി കരുതുന്നത്. എന്നാൽ ഇന്ന് ഓൾഡ് എന്നൊരു ഗ്രൂപ്പുണ്ട്, 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ. അവരുടെ സംഖ്യയാണ് അമേരിക്കയിൽ അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി പ്രായമായവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ വാർദ്ധക്യത്തിലെത്തുന്നവരുടെ ശരീരത്തിൻ്റെ ഫിസിയോളജിയും ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ്. മാത്രമല്ല, മരുന്നുകൾ അബ്സോർബ് ചെയ്യുന്നത്, അതിൻ്റെ സൈഡ് എഫക്ട്സ്, കോംപ്ലിക്കേഷൻസ്, മരുന്ന് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം വാർദ്ധക്യത്തിലെത്തുകയിൽ ചെറുപ്പക്കാരിൽ നിന്ന് വ്യത്യസ്തമാണ്. രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കേണ്ടത് എന്ന തത്വം ഏറ്റവും പ്രധാനമായി എടുക്കേണ്ടത് വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നവരിലാണ്. എന്നാൽ പലപ്പോഴും ഓവർ ട്രീറ്റ്മെൻറ്റിൻ്റെയും അണ്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെയും അനുഭവിക്കേണ്ടി വരുന്നതും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നതും പലപ്പോഴും ഓൾഡർ പേഷ്യൻസിലാണ്. ഒരു ഉദാഹരണം പറയാം. 75 വയസ്സുള്ള ഒരാൾ വളരെ ആക്റ്റീവാണ്, ദിവസവും ടെന്നീസ് കളിക്കും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. നെഞ്ചിനൊരു വേദന അനുഭവപ്പെടുന്നു, ആൻജൈനയാണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു. നിശ്ചയമായും ഈ രോഗിയെ ഒരു ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് അയക്കണം. ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസ് സർജറിയും എല്ലാം ഇയാൾക്ക് ഉപദേശിക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ ഈ 75 വയസ്സുകാരൻ തന്നെ ആർത്രൈറ്റിസ് ഉണ്ട്, ആൽഷൈമേഴ്സ് ഡിസീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷനുണ്ട്, കുറച്ച് റീനൽ ഫെയിലിയർ ഉണ്ട്. എങ്കിൽ ഇയാളുടെ അഞ്ചൈന മറ്റൊരു രൂപത്തിൽ നോക്കിക്കാണുകയും ചികിത്സിക്കുകയും വേണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പ്രായമായവരുടെ ചികിത്സയിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. 85 വയസ്സായ ഒരു പുരുഷന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി PSA ടെസ്റ്റ് എഴുതി കൊടുക്കുന്നതിന് മുമ്പോ 85 വയസ്സുകാരി സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മമ്മോഗ്രാം എഴുതി കൊടുക്കുന്നതിന് മുമ്പായി
ക്യാൻസർ കണ്ടുപിടിച്ചാൽ ഇവരെ എങ്ങനെ ചികിത്സിക്കും? ചികിത്സ ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുമോ അതോ കുറയ്ക്കുമോ എന്ന് ഡോക്ടർ കണക്കിലെടുത്തിരിക്കണം. എന്നാൽ രണ്ട് സാഹചര്യങ്ങളിൽ ഏത് പ്രായത്തിലും മറ്റസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും വൃദ്ധജനങ്ങളെ സർജറി ചെയ്യുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, കാറ്ററാക്ട് സർജറി, തിമിരത്തിനുള്ള കണ്ണ് ശസ്ത്രക്രിയ. കാറ്ററാക്ട് പ്രായമായവർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് ഏത് പ്രായത്തിലും മറ്റ് എന്ത് അസുഖമുണ്ടെങ്കിലും ശസ്ത്രക്രിയ നടത്തി തിരികെ കാഴ്ച നൽകുവാനായിട്ട് ശ്രമിക്കണം. അത് ന്യായീകരിക്കപ്പെടും. അതുപോലെ തന്നെ സിവിയർ ആർത്രൈറ്റിസ് ഉണ്ടായിട്ട് നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആവശ്യമുള്ളവർ. ഒരിക്കൽ 85 വയസ്സുള്ള ഒരു സ്ത്രീ കഠിനമായ ആർത്രൈറ്റിസ് കാരണം നടക്കുവാൻ പോലും പ്രയാസമായി നേഴ്സിംഗ് ഹോമിൽ വെച്ച് ഞാൻ കണ്ടതോർക്കുന്നു. ഞാൻ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഉപദേശിച്ചു. ഇത്രയും പ്രായമായി ഇനി ഇത്ര വലിയ സർജറി എനിക്കെന്തിനെന്ന് അവരാദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു. എങ്കിലും സ്നേഹപൂർവ്വം നിർബന്ധിച്ച് അവരെ ഞാൻ ഓർത്തോപെഡിക് സർജൻ്റെ അടുക്കൽ അയച്ചു, നീ റീപ്ലേസ്മെൻറ്റ് സർജറിക്കായിട്ട്. 10 വർഷം കഴിഞ്ഞ് 95ാമത്തെ വയസ്സിൽ അവർ നടന്ന് എൻ്റെ ഓഫീസിൽ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ ചാരിതാർത്ഥ്യം തോന്നി. ജീറിയാട്രിക് പേഷ്യൻസ് പലപ്പോഴും അനവധി മരുന്നുകൾ വിവിധ രോഗങ്ങൾക്കായി കഴിക്കുന്നവരാണ്. ഈ മരുന്നുകളുടെ സംയുക്ത പ്രവർത്തനം, പോളിഫാർമസി മൂലമുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റിയും അവരെ ചികിത്സിക്കുന്നവരും അവരെ പരിചരിക്കുന്നവരും ബോധവാന്മാരായിരിക്കണം. വൃദ്ധജനങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന 3 പ്രശ്നങ്ങൾ ഡിമെൻഷ്യ, അതായത് ഓർമ്മക്കുറവ്, ഫോൾസ്, ബാലൻസ് തെറ്റി പിടച്ചു വീഴുന്നത്, ഇൻകോണ്ടിനൻസ്, മൂത്രം പോകുന്നത് നിയന്ത്രിക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്. ഇവയെല്ലാം പ്രത്യേകം കരുതലോടുകൂടി സഹാനുഭൂതിയോടുകൂടി ചികിത്സിക്കപ്പെടേണ്ടതാണ്. ഫൗണ്ടൻ ഓഫ് യൂത്ത്, നിത്യ യൗവനത്തിനുള്ള അമൃതം ഏതെങ്കിലും ഡോക്ടർമാരുടെ കൈവശമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അല്പമെങ്കിലും സഹായിക്കുന്ന ഏതെങ്കിലും ഔഷധമുണ്ടോ എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഉണ്ട്, ഒന്ന് മാത്രം, എക്സർസൈസ്. ഇത് ഡോക്ടർ റോയ് പി തോമസ്, ചിക്കാഗോയിൽ നിന്ന്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.